നമസ്കാരം. സ്റ്റാൻഫോർഡ് സ്കോളർ നിങ്ങളെ ഹൈപ്പ് ട്രെയിൽസ് എന്ന റിസർച്ച് പേപ്പറിന്റെ അവതരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്റർനെറ്റിലൂടെ എന്ത് ചെയ്താലും നമ്മുടെ പാദമുദ്ര സ്ഥാപിക്കുന്നു. ഈ മുദ്ര അല്ലെങ്കിൽ ട്രെയിൽസ് അപ്രധാന്യമല്ല. ഈ പ്രക്രിയ എന്ത് മൂലം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ ഗവേഷകർ ആകാംക്ഷഭരിതരാകുന്നു. നമ്മൾ ഇന്റർനെറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടുന്ന അടയാളത്തിന് പറയുന്ന പേരാണ് ഹ്യൂമൻ ട്രെയിൽസ്. ഇങ്ങനെ പല ട്രെയിൽസ് തമ്മിൽ എങ്ങനെ മനസ്സിലാക്കി തുലനം ചെയ്യാൻ സാധിക്കും? ഈ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നാണ് ഈ പേപ്പറിന്റെ ലക്ഷ്യം. നമുക്ക് നോക്കാം ഇതിലെ ലേഖകർ എന്തു ചെയ്തു എന്ന്. കുറഞ്ഞത് 2 സ്റ്റേറ്റ്സ് തുടർച്ചയായി വരുന്ന ഒരു ക്രമത്തിന് ലേഖകർ വിളിക്കുന്ന പേരാണ് ട്രെയിൽസ്. ഈ സ്റ്റേറ്റ്സ് തമ്മിലുള്ള സ്ഥിതിമാറ്റത്തിന്റെ ധാരണയ്ക്കാണ് ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻ ട്രെയിൽസ് രൂപമാക്കുന്നത് മാർക്കോവ് ചെയിൻസ് മൂലമാണ്. പല ഹൈപ്പോത്തസിസ് തമ്മിൽ തുലനം ചെയ്യുന്നത് ബേഷ്യൻ ഇൻഫറൻസ് വഴിയാണ്. ഇതിലെ ആദ്യത്തെ ലക്ഷ്യം ഹ്യൂമൻ ട്രെയിൽസിന്റെ ഹൈപ്പോത്തസിസ് എങ്ങനെ തുലനം ചെയ്ത് വർണ്ണിക്കാൻ സാധിക്കും എന്നാണ്. അടുത്ത ഭാഗം ബേഷ്യൻ ഇൻഫറൻസും മാർക്കോവ് ചെയിൻ മോഡൽ ഉൾക്കൊള്ളുന്ന രീതിയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ചിന്ത ഹൈപ്പോത്തസിസിനെ പ്രയേഴ്സ് ആയി ഉൾപ്പെടുത്തുക എന്നാണ്. അവസാനമായി ഇതിന്റെ ഫലം ഹൈപ്പോത്തസിസിന്റെ പാർഷ്യൽ ഓർഡറിംഗ് ആണ്. ഹൈപ്പ് ട്രെയിൽസും അതിലെ ചിന്തകളെ കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് നോക്കാം. ബേഷ്യൻ ഇൻഫറൻസ് ഉപയോഗിക്കുന്നത് ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന പ്രസിദ്ധമായ ബേസ് തിയറമാണ്. മോഡൽ ഇൻഫറൻസിനു വേണ്ടി എയ്ക്ക് പകരമായി അറിഞ്ഞുകൂടാത്ത പാരാമീറ്റർ തീറ്റ വെച്ച് മാറ്റും. ബി നമ്മൾ ഡേറ്റാ സെറ്റ് ഡി കൊണ്ടും. ഐ ഇതിൽ ഇൻഫറൻസ് വേണ്ടി കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ധാരണയാണ്. ഹ്യൂമൻ ട്രെയിൽസിനെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്നത് മാർക്കോവ് ചെയിൻസ് ആണ്. ഇത് വിവരിക്കുന്നത് ഒരു മെട്രിക്സ് പി വെച്ചാണ്. ഇതിലെ എലമെന്റ്സ് എന്നത് ഒരു സ്ഥിതിയിൽ നിന്ന് മറ്റൊരു സ്ഥിതിയിലേക്ക് മാറ്റം ചെയ്യുന്നതിന്റെ പ്രോബബിലിറ്റി ആണ്. പ്രയേഴ്സ് വിവരിക്കുന്നത് ഹൈപ്പോത്തസിസിനെയാണ്. പിയിലെ പാരാമീറ്റേഴ്സിന്റെ പ്രയർ ബിലീഫിനെ പ്രതിദാനം ചെയ്യുന്നത് ആൽഫ വെച്ചാണ്. അതുകൊണ്ട് പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ എന്നത് പ്രയർ ബിലീഫും യഥാർത്ഥ ഡാറ്റയും കൂടെ ചേർന്ന് വരുന്നതാണ്. ലേഖകർ ഇവിടെ സിന്തറ്റിക്കും എംപിരിക്കൽ ഡാറ്റ സെറ്റ്സും കൊണ്ട് പരീക്ഷണം നടത്തി. അതിന്റെ ഫലം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. സിന്തറ്റിക് ഡാറ്റ സെറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി 3 വ്യത്യസ്തമായ ക്രൈറ്റീരിയ വെച്ച് ലേഖകർ തുടർച്ചയായി വരുന്ന 5 ക്ലിക്സ് വീതമുള്ള 1000 സാമ്പിൾസ് ഉണ്ടാക്കി. ഹൈപ്പ് ട്രെയിൽസ് പിന്നീട് ഈ ഹൈപ്പോത്തസിസിനെ ഏതാണ് നല്ലതായി ഹിഡൻ മെക്കാനിസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് വെച്ച് തരംതിരിക്കും. ഇനിയും ഈ ഓരോ ഡാറ്റ സെറ്റിനെ ഓരോ ധാരണ വെച്ച് ക്രോസ് ലിങ്ക് ചെയ്ത് മോഡൽ ഉപയോഗിച്ച് ഏറ്റവും നല്ല ഫലം കണ്ടുപിടിക്കും. ഏറ്റവും മികച്ച ജോഡികൾ ഇവയാണ്. സ്ട്രക്ചറലിന് സ്ട്രക്ചറൽ ഹൈപ്പോത്തസിസ്, കാരണം ഈ ഹൈപ്പോത്തസിസിന് നെറ്റ്വർക്കിന്റെ ഘടനയെക്കുറിച്ചുള്ള എല്ലാ വിവരമുണ്ട്. പോപ്പുലാരിറ്റിക്ക് പോപ്പുലാരിറ്റി ഹൈപ്പോത്തസിസ്, കാരണം ഈ ഹൈപ്പോത്തസിസിന് എങ്ങനെ ട്രെയിൽസ് ഉണ്ടായത് എന്നറിയാം. റാൻഡം ടെലിപ്പോർട്ടേഷന് യൂണിഫോം ഹൈപ്പോത്തസിസ്, കാരണം ഈ ഹൈപ്പോത്തസിസിന് അറിയാം ടാർഗറ്റ് നോഡ്സ് വരുന്നത് ഇപ്പോഴത്തെ നോഡ്സിൽ നിന്നാണ്. എംപിരിക്കൽ ഡാറ്റ സെറ്റ്സിനു വേണ്ടി ലേഖകർ യൂണിവേഴ്സൽ ഹൈപ്പോത്തസിസിനെ മറ്റ് ഡൊമെയിൻ സ്പെസിഫിക് ഹൈപ്പോത്തസിസുമായി ബന്ധപ്പെടുത്തും. ഉദാഹരണത്തിന് വിക്കി ഗെയിമിന് സ്ട്രക്ചറൽ, യെൽപിന് ജിയോഗ്രാഫിക്, ലാസ്റ്റ് എഫ്എമ്മിന് ഡേറ്റ് ഹൈപ്പോത്തസിസ്. എല്ലാ ഡാറ്റ സെറ്റ്സും ലേഖകർ തുലനം ചെയ്യുമ്പോൾ കാണാം ചില ഡൊമെയിൻ സ്പെസിഫിക് ഹൈപ്പോത്തസിസ് യൂണിവേഴ്സൽ ഹൈപ്പോത്തസിസിനേക്കാൾ നല്ലതായി പ്രവർത്തിക്കുന്നത്. കാരണം ഹ്യൂമൻ ബിഹേവിയർ പ്രകടിപ്പിക്കുന്ന ചില മെക്കാനിസംസ് ലഭിച്ചിരിക്കുന്ന ട്രെയിൽസിൽ കാണാൻ സാധിക്കും. നമുക്ക് ഇതിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യമായി ലേയർ ധാരണകളെ നമ്പേഴ്സ് ആക്കാൻ ഉപയോഗിക്കുന്നത് മേട്രിസസ് ആണ്. അപ്പോൾ ഇത് ചെയ്യുവാൻ എങ്ങനെ സാധിക്കും? അടുത്തതായി ഒരു സിമെട്രിക് മേട്രിക്സിന്റെ ധാരണ സ്റ്റേറ്റ് എയിൽ നിന്ന് ബിയിലേക്കുള്ള സ്ഥിതിമാറ്റത്തിന്റെ പ്രോബബിലിറ്റി തന്നെയാണ് ബിയിൽ നിന്ന് എയിലേക്ക് ഉള്ളത്. പക്ഷെ ഇത് ശരിയാണോ? അവസാനമായി മെമ്മറി ഇല്ലാത്ത മാർക്കോവ് മോഡൽ ആണ് എന്നത് ഉചിതമായ ഒരു ധാരണയാണ്. പക്ഷേ ലേഖകർ ഇതിന്റെ വിപരീത വശത്തെ താല്പര്യപൂർവ്വം കാണുന്നു. ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഹൈപ്പ് ട്രെയിൽസിന്റെ ദൈനംദിന പ്രയോജനങ്ങൾ. ഇന്റർനെറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത് വെച്ച് മുൻകൂട്ടി നമുക്ക് ഇഷ്ടമുള്ള പാട്ടിനെ കുറിച്ചോ റെസ്റ്റോറന്റ് വെബ്സൈറ്റ്സിനെ കുറിച്ചോ പറയാൻ സാധിക്കും. ഇത് വെബ്സൈറ്റ്സ് മാത്രമല്ല, നമ്മുടെ ജീവിത രീതി മനസ്സിലാക്കിയിട്ട് ചലനങ്ങൾ പറയാനും പറ്റും.
ഈ പ്രസന്റേഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ ഇനിയും വേറെ ടോക്സ് കേൾക്കണമെങ്കിൽ scholar.stanford.edu സന്ദർശിക്കൂ. നന്ദി.